നമ്മുടെ ഷാഫി ഗ്രന്ഥങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന അനുവദനീയമായ സാമ്പത്തിക ഇടപാടുകളുടെ ഗണത്തിലാണ് ജനറൽ ഇൻഷുറൻസിനെയും അതേ സ്വഭാവത്തിലുള്ള ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളെയും ഉൾപ്പെടുത്താൻ പറ്റുക. പരസ്പര കൈമാറ്റം അടിസ്ഥാനമല്ലാത്ത, അതായത് മുആവദ അല്ലാത്ത, എന്നാൽ അപരന് സഹായമാകുന്ന ചില ഇടപാടുകൾ നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഫുഖഹാക്കൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ഷാഫി മദ്ഹബിലെ വളരെ പ്രബല ഗ്രന്ഥമായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹിയുടെ തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ 6-ാം ഭാഗം 121-ാം പേജിലും 371-ാം പേജിലും, അതുപോലെ ഷാഫി മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥമായ നിഹായത്തുൽ മുഹ്താജ്, ഇമാം റംലിയുടെ നിഹായത്തുൽ മുഹ്താജിൻ്റെ 5-ാം ഭാഗം 473-ാം പേജിലും ഇങ്ങനെയുള്ള ചില ഇടപാടുകൾ പരാമർശിക്കുന്നുണ്ട്. ഇത് ഹറാമായ കച്ചവടം ചെയ്യലിൽ, ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. മുഅ്മിനെ ഒരു സംശയമില്ല, ഒരു ഫത്വ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറിണ്ടാവും പെണ്ണുങ്ങളെ, 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ കൈ കൊടുത്തു, ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1 ലക്ഷം ഇവന് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പൊ എത്രപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. 1 കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയി പോളി. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. വേണ്ട മുഅ്മിനെ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ പല ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ എത്രയാണോ പേ ചെയ്യുന്നത് ആ പൈസയുടെ ചികിത്സ, നിങ്ങൾ 5,000 കൊടുത്തിട്ടാണ് പോളിസി എടുത്തത്, 5,000 രൂപയുടെ ചികിത്സ നിങ്ങൾക്ക് ജായിസാണ് അല്ലേ? വലിയൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി വന്നു, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, നിങ്ങൾക്ക് ഒരു നിലക്കും അത് പേ ചെയ്യാൻ കഴിയില്ല, മജ്ബൂറാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ ഇല്ലാ മൗതുരിർത്തും, നിങ്ങൾക്ക് ഗതികേട് കൊണ്ട് കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പന്നിമാംസം തിന്നാം എന്ന് ഖുർആൻ പറഞ്ഞോ? അതുപോലത്തെ ഒരവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോളിസി കൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ പൈസയല്ല, ഒരുപാട് ആളുകളുടെ കാശാണ്. അതും ലോട്ടറിയൊക്കെ ഒരുപോലെയാണ്, അതല്ലെങ്കിൽ അതിന്റെ സമാനമാണ്. അത് പിന്നെ ബൈത്തുൽ മാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വെറുതെ പച്ച നുണ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ബൈത്തുൽ മാലല്ല, ബൈത്തുൽ മാൽ വേറെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആ പോളിസിയുടെ എമൗണ്ട് എത്രയാണോ അത് നിങ്ങളുടെ ഹക്കാണ്. അതിലേറെ വരുന്നത് നിങ്ങളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റും, നിങ്ങൾ പേ ചെയ്തേ പറ്റൂ. നിങ്ങൾ കുടുങ്ങിപ്പോയി,
അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, എന്നാൽ അത് ഉപയോഗിക്കാം എന്നല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്ന നിസ്കാരം നോമ്പ് അതോടെ തീർന്നു. അല്ല, ജീവിതം മുഴുക്കയും അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിം ആവുക. അള്ളാഹ്ക്ക് സമർപ്പിച്ചു എന്നല്ലേ പറയാം. അത് നിങ്ങളുടെ ഫൈനാൻസിലും നിങ്ങളുടെ ഇക്കണോമിയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഹോം അഫയേഴ്സിലും നിങ്ങളുടെ സോഷ്യൽ അഫയേഴ്സിലും ഒക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.